ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻട്രൊഡക്ഷനും ഒരു പരിചയപ്പെടുത്തലും അതിന്റെ അനാലിസിസ് ഏതൊക്കെയാണ് നമ്മൾ നടത്തുന്ന 2 സെഷൻസാണ് നമ്മൾ കവർ ചെയ്തത്. ഈ സെഷനിൽ ഇനി മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് ചാർട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ക്യാൻഡിൽസിന്റെ ബേസിക്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് മൂന്നാമത്തെ പാർട്ട് വരുന്നത് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ട്രെൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലത് നമ്മൾ ബേസിക്സ് ഓഫ് ചാർട്ടും ബേസിക്സ് ഓഫ് ക്യാൻഡിൽസും ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് അത് ഉൾപ്പെടുത്തി രണ്ടാമത് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ബേസിക്സ് ഓഫ് ചാർട്ട്, ചാർട്ടിന്റെ ബേസിക്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം. നമുക്ക് ചാർട്ട് വരുന്നത് ഒന്നുണ്ട്, തേർഡ് പാർട്ടി സൈറ്റ് ഉണ്ട്, ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്, ചാർട്ടിങ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കറുടെ പ്ലാറ്റ്ഫോം. നേരത്തെ നമ്മൾ പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കറും നമുക്ക് ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലാറ്റ്ഫോമിൽ ചാർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് ചാർട്ടുകളും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ലൈവിലേക്ക് പോകുന്നതിന് മുന്നേ ആ ക്യാൻഡിൽസ് കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ലൈവിലോട്ട് പോവാം. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞത് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഈ ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക്കാണ്. ഒരുപാട് മെത്തേഡ് നമുക്ക് ചാർട്ട് ഉപയോഗിക്കാനായിട്ട്. അത് നമ്മൾ ലൈവിൽ എടുക്കുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മളോട് ഉപയോഗിക്കുന്ന ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക്കാണ്. ക്യാൻഡിൽ രണ്ട് കളറേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പച്ച അല്ലെങ്കിൽ റെഡ്. ചുവപ്പോ പച്ച രണ്ടാലും ഒരു കളറേ ഉണ്ടാവുള്ളൂ. ഈ പച്ചയാണെങ്കിൽ ബുള്ളിഷ്, അത് ബുള്ളിഷാണ്. അത് ബയേഴ്സ് ആണ് കൺട്രോൾ ചെയ്തത്. ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. ഇപ്പൊ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ബെയറിഷ് ആണ്. അത് മാർക്കറ്റ് വില കുറയുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്, ബെയറിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 100 രൂപ നിൽക്കുന്ന സാധനം മാർക്കറ്റ് താഴേക്ക് പോകുന്നതിന് 190ലേക്ക് പോരുന്നതിന് ബെയറിഷ് എന്ന് പറഞ്ഞത്. മാർക്കറ്റ് ഇടിഞ്ഞു, ആ ബെയറിഷ്, ആ സെല്ലറാണ് കൂടുതൽ. ഇവിടെ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോരുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. വേൾഡിലെ ഒരു വേൾഡിൽ തന്നെ ഒരു അത്ഭുതത്തിൽപ്പെട്ട എന്നൊക്കെ പറയാം നമുക്ക്. അതായത് നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ വാങ്ങിയിട്ടുകൊണ്ട് നമുക്ക് കൂടിയ വിലയ്ക്ക് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് പോവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ പൊസിഷൻ ഇല്ലെങ്കിൽ നമുക്കത് വിറ്റിട്ടുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്ക് ഏത് സ്റ്റോക്കാണോ മാർക്കറ്റ് താഴോട്ട് പോകുന്നത് ആ സ്റ്റോക്ക് വിറ്റിട്ടുകൊണ്ട് 100 രൂപയ്ക്ക് വിറ്റ സാധനം താഴെ 90 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 90 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് വിറ്റു എന്ന ലെവലിലാണ് കണക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 10 രൂപ അതിനകത്ത് 10 പോയിന്റ് ലാഭം ഉണ്ട് അതിനകത്ത്. അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ വിറ്റിട്ടുകൊണ്ട് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നമ്മുടെ പൊസിഷൻ കവർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റ് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു സിസ്റ്റം കൂടി സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള മുതൽ മാത്രമേ നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്ത മുതൽ വിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് ഉറപ്പാ. എന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് രണ്ട് കളറേ ഉള്ളൂ, ഒന്ന് ഗ്രീന് ഒന്ന് റെഡ്. ഗ്രീൻ ബുള്ളിഷ് ആണ്, ബയേഴ്സ് മാത്രമേ ഉള്ളൂ. റെഡ് ബെയറിഷ് ആണ്, അതിൽ സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നത്. നോർമലി ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ ഈ ലെവലിലാണ് വരുന്നത്. നമ്മൾ രണ്ട് കളറുള്ളൂ. ഓക്കെ, ഇവിടെ പച്ചയാണ്, ഇവിടെ ചുവപ്പുണ്ട്. രണ്ട് കളറേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഓപ്പണ്, ക്ലോസ്, അപ്പർ ഷാഡോ, ലോവർ ഷാഡോ എന്നൊക്കെ ഇല്ലേ. ഈ കാണുന്ന ഇത് ബോഡിയാണ്. ഇത്രയും ഭാഗം ബോഡിയാണ്. അതിന് മുകളിലൂടെ തിരി കണ്ടോ, ആ തിരി ഷാഡോ എന്നോ അല്ലെങ്കിൽ വിക്സ് എന്നോ ആ ലെവലിലൊക്കെ പറയാറുണ്ട്. അത് പ്രൈസ് റിജക്ഷൻ നടന്നേക്കുന്നതാണ്, പ്രൈസ് ആക്ഷൻ നടന്നേക്കുന്നതാണ് അവിടെ. അത് മുകളിലോട്ട് പോയ മുതൽ താഴോട്ട് വന്നേക്കുന്നത്. ഇനി അതിന്റെ ഫോർമേഷൻ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ഇവിടെ 100 രൂപയ്ക്കാണ് ഓപ്പൺ ആയെന്ന് കൂട്ടാം. ഇവിടെയാണ് ഗ്രീൻ ക്യാൻഡിലേത് വില ഓപ്പൺ ആവുന്നത്. ആ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് അതിന്റെ
എവിടെ ഓപ്പൺ ആയി, എത്ര ഹൈ പോയി, എത്ര ലോ വന്നു, എവിടെ ക്ലോസ് ആയി എന്നൊക്കെയാണ് അതിന് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രീൻ കളർ ക്യാൻഡിലാണെങ്കിൽ, ബയേഴ്സ് ക്യാൻഡിലാണെങ്കിൽ, ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ താഴെയായിരിക്കും ഓപ്പൺ ആവുന്നത്. 100 രൂപയ്ക്ക് ഓപ്പൺ ആയ സാധനം മാർക്കറ്റ് ഒരു ചെറിയ ലോ ക്രിയേറ്റ് ചെയ്തു, 95 രൂപ വരെ വന്നിട്ട് കൂട്ടാം. 95 വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അത് ഇവിടെ നിന്ന് താഴേക്ക് വന്നു, പിന്നീട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. തൊണ്ണൂറ്റഞ്ചിന്ന് ഹൈ പോയി ഏകദേശം 110 വരെ പോയി എന്ന് കണക്കാക്കാം. ഹൈ പോയി 110 വരെ വന്നു. 110 പോയ ഹൈ പോയ വില തിരിച്ച് ഒരു 105 വരെ വന്നു. 105 വന്ന് ക്ലോസ് ആയി. അതാണ് ഈ ക്യാൻഡിലിന്റെ ഫോർമേഷൻ കാണിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം, 100 രൂപയ്ക്ക് ഇവിടെ ഓപ്പൺ ആയ സാധനം 95 രൂപ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോയി 105 രൂപ വന്ന് ഹൈ പോയി. എന്നിട്ട് അവിടുന്ന് പ്രൈസ് താഴോട്ട് വന്ന് 102 ക്ലോസ് ആയി. 100 രൂപ ഓപ്പൺ ആയ സാധനം 95 രൂപ ലോ വന്നിട്ട് അവിടുന്ന് വില മുകളിലോട്ട് പോയി 105 വരെ പോയിട്ട് തിരിച്ച് 102 വന്ന് ക്ലോസ് ആയി. അതാണ് ആ ക്യാൻഡിൽ കാണിച്ചേക്കുന്നത്. അതാണ് ഈ ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നത്. ഗ്രീൻ കളർ ക്യാൻഡിലൊക്കെ എല്ലാം അടിയിൽ ഓപ്പൺ ആയിട്ട് ഒരു ലോ പോയി കഴിഞ്ഞാൽ ലോ ഉണ്ടാവും, പിന്നീട് അവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഗ്രീൻ ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നത്. ഇനി റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നേരെ തിരിഞ്ഞു വരുമെന്നേ ഉള്ളൂ. ഓപ്പണും ഹൈയും ഒരേ ലെവലിൽ വരും, മറ്റേ ക്ലോസും ലോയും ഒരേപോലെ വരും, അത്രേ ഉള്ളൂ. ഇവിടെ ഓപ്പൺ ആയ സാധനം 105 രൂപയ്ക്ക് ഓപ്പൺ ആയ വില നേരെ മുകളിലോട്ട് പോയി 110 വരെ പോയി തിരിച്ച് അവിടെ നിന്ന് താഴോട്ട് പോന്നു. താഴോട്ട് വന്ന് 95 വരെ വന്നു, തിരിച്ച് അവിടെ നിന്ന് മുകളിലോട്ട് പോയി 100 ക്ലോസ് ആയി. ഇതാണ് റെഡ് ക്യാൻഡലിന്റെ ഫോർമേഷൻ. അതായത് 105 രൂപയ്ക്ക് ഓപ്പൺ ആയ മുതൽ 110 രൂപ ഹൈ പോയി, അവിടുന്ന് തിരിച്ച് താഴോട്ട് വന്ന് 95 വരെ വന്നു, തിരിച്ച് അവിടുന്ന് പ്രൈസ് മുകളിലോട്ട് പോയി 100 ക്ലോസ് ആയി. ഇതാണ് റെഡ് ക്യാൻഡലിന്റെ ഫോർമേഷൻ വരുന്നത്. ഇപ്പൊ ക്യാൻഡലിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ ഏത് ക്യാൻഡിൽ എടുത്താലും ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയി ലോ വന്നു, ഹൈ പോയി, ഇവിടെ ക്ലോസ് ആയി. ഈ ലെവലിൽ വരുന്ന ക്യാൻഡിൽ ആണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ നമ്മൾ ക്യാൻഡിൽ എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള അതിന്റെ ക്ലോസിങ്ങും ഇതൊക്കെ വരുന്നത്. റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയി, ഇവിടെ ഹൈ പോയി, ഇവിടെ ലോ വന്നു, ഇവിടെ ക്ലോസ് ആയി. സിമ്പിൾ ആണത്. ഇനി നമുക്ക് കുറച്ച് ക്യാൻഡിൽസിന്റെ പേരും അല്ലെങ്കിൽ അതിന്റെ ഷേപ്പും അത് എന്തിനാണ് വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഈ താഴോട്ട് ഇതാണ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് താഴോട്ട് 5 ക്യാൻഡിൽസ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. 5 ക്യാൻഡിൽസ് അതിന്റെ ബേസിലേക്കായിരിക്കും നമ്മൾ ഓരോ എൻട്രി കൺഫർമേഷൻ ആണ് ഈ ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത്. അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു എൻട്രി എടുക്കുന്നത്. അത് ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് അതിന്റെ വാല്യൂ വരുന്നത്. അത് നമ്മൾ താഴോട്ട് പോകുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് താഴോട്ട് 5 ക്യാൻഡിൽസ് ആണുള്ളത്. ആ 5 ക്യാൻഡിൽസ് വരുന്ന പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഒരു എൻട്രി എടുക്കുന്നത്. അപ്പൊ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഈ 5 ക്യാൻഡിൽസ് ആണ്. ആദ്യത്തേത് മർബൂസു. ഈ പേര് കേട്ട് ഞെട്ടണ്ട, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു പേരാണ് അല്ലേ, ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക് ആണ്. അതിന്റെ ഒരു പേര് മാത്രമാണ് മർബൂസ് എന്നുള്ളത്. സിമ്പിൾ പരിപാടിയുള്ളൂ. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടതിൽ ബോഡി ഉണ്ട്, 2 സൈഡിലും വാലുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ബുള്ളിഷോ ബെയറിഷോ, അത് ഗ്രീനോ റെഡോ ആയിട്ടുള്ള ക്യാൻഡിൽ ഒരു വിക്കും ഇല്ലാതെ വരുന്നതിനാണ്
ഒരു തിരി ഉണ്ടാവില്ല. അതിനാണ് മർബൂസ് എന്ന് പറഞ്ഞത്. ഇതുപോലെ ഇരിക്കും. നേരത്തെ നമ്മൾ കണ്ടതിന് 2 വാലുണ്ടായിരുന്നു. ഇതിന് വാലില്ല. ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. പരിപാടി കഴിഞ്ഞു. ഇത് ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. അത്രേ ഉള്ളൂ. ലോയും ഹൈയും ഒന്നും പോയിട്ടില്ല. എൻ്റെ ഹൈയും ലോയും എല്ലാം അല്ല, ഓപ്പണിങ്ങും ലോയും ഒരുപോലെയാണ്. ഹൈയും ക്ലോസും ഒരുപോലെയാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഓപ്പൺ ആയി, അവിടെ നിന്ന് മുകളിലോട്ട് പോയി, അവിടെ ക്ലോസ് ആയി. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതിന്റെ പേര് മാത്രം ഒന്ന് അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ നോർമലി പറഞ്ഞ ബുള്ളിഷ്, ബെയറിഷ്, അത്രേ ഉള്ളൂ. ഇതതിൻ്റെ ഒരു സാമ്പിളാണ്. നമ്മൾ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രം. കാരണം ഇത് റയർ ആയിട്ടാണ് മർബൂസ് ഫോം ആവുന്നത്. നമുക്ക് ലൈവില് ഞാൻ കാണിച്ചു തരാം ചാർട്ട് എങ്ങനെയാണ്, അതിന്റെ ക്യാൻഡിൽസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. പിന്നെയുള്ളത് ഹാമർ. ഹാമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചിറ്റിക പോലെ തന്നെ ഇരിക്കും. അത് സ്മോൾ ബോഡി, ലോങ് വിക്ക്. ലോങ് വിക്കും സ്മോൾ ബോഡിയുമായിട്ട് വരുന്നതിനാണ് ഹാമർ എന്ന് പറയുന്നത്. ഇതുപോലെ ചിറ്റിക പോലെ ഇരിക്കും. അടുത്ത് ഷൂട്ടിംഗ് സ്റ്റാർ. ഹാമർ തലയും കുത്തി ഇട്ടുള്ള സാധനമാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഹാമർ തലയും കുത്തി ഇട്ട് ഷൂട്ടിംഗ് സ്റ്റാർ വരും. സെയിം ഇത് തന്നെ, ചെറിയ ബോഡി, വലിയ വിക്ക്. പക്ഷെ വിക്ക് ഇത്തവണ മുകളിലോട്ടാണ് മാത്രം തലയും കുത്തി ഇട്ടേക്കണം. അത് അതിന് ഇൻവെർട്ടർ ഹാമർ എന്നും പറയാറുണ്ട്. ഷൂട്ടിംഗ് സ്റ്റാർ എന്നും പറയാറുണ്ട്, ഇൻവെർട്ടർ ഹാമർ എന്നും പറയാറുണ്ട്. രണ്ട് പൊസിഷനിൽ വരുന്നതിനാണ് പറയുന്നത്. നമ്മൾ നോർമലി ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് ഒറ്റ ഇത് മാത്രമാണ് പറയാറുള്ളൂ. അടുത്ത് തന്നെ സ്പിന്നിങ് ടോപ്പ്. നമ്മൾ നേരത്തെ ക്യാൻഡിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ അതിന് വലിയ ബോഡി ആയിരുന്നു. ഇത് ചെറിയ ബോഡി ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡിലേക്ക് നല്ല വിക്സ് ഉണ്ടാവും. ആ സെയിം മറ്റേ ക്യാൻഡിലിന് അതേ ഓപ്പണിംഗ് ക്ലോസും ആ സെയിം ഫോർമേഷൻ തന്നെ. ഇതിൽ വന്നപ്പോൾ, ഹാമറിൽ വന്നപ്പോൾ ഇവിടെ ഓപ്പണായി, ലോ വന്നു, ഹൈ പോയി ക്ലോസ് ആയി. ഹൈയും ക്ലോസിങ്ങും ഒരുപോലെയാണ്. ക്യാൻഡിലിന്റെ ഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇത്രയും ലോ വന്നു, പിന്നീട് ഹൈ പോയി ക്ലോസ് ആയി. അതാണ് ഹാമർ. അതിന് മുകളിലോട്ട് അഡീഷണൽ ഹൈ പോയിട്ടില്ല. ഹൈയും ക്ലോസും ഒരുപോലെയാണ്. ഷൂട്ടിംഗ് സ്റ്റാർ നേരെ തിരിച്ച്, ഹൈ പോയി ലോയും ക്ലോസിങ്ങും ഒരേ റേഞ്ചാണ് ഷൂട്ടിംഗ് സ്റ്റാർ വന്നത്. സ്പിന്നിങ് ടോപ്പ് ആകുമ്പോൾ നേരത്തെ കണ്ട അതേ ക്യാൻഡിലിന്റെ അതേ ഫോർമേഷൻ തന്നെ. ഇവിടെ ഓപ്പൺ ആയിട്ട് ലോ വന്നു, ഹൈ പോയി ക്ലോസ് ആയി. ചെറിയ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈ പറഞ്ഞ ക്യാൻഡിൽസ് ഏത് കളറിലും വരാം. റെഡ് കളറും വരും, ഗ്രീൻ കളറും വരും. ബയർ കൺട്രോൾ ആയിരിക്കാം, ഇത് സെല്ലർ കൺട്രോൾ ആയിരിക്കാം. രണ്ട് രീതിയിലും വരും. പിന്നെ വരുന്നത് ഡോജീസ് ആണ്. ഡോജീസ് എന്ന് പറഞ്ഞാൽ ബോഡി ഒന്നും ഉണ്ടാവില്ല, മൊത്തം വിക്സ് ആയിരിക്കും. ഇതേപോലെ വര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ്. ഇതൊന്നും നമുക്ക് വലിയ ഉപയോഗം വരുന്നതല്ല. നമ്മൾ പഠിച്ചത് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ, വൺ ക്യാൻഡിൽ പാറ്റേൺസ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം വന്നേക്കുന്നത്. ഇതാണ് നമുക്ക് മെയിൻലി എപ്പോഴും ആവശ്യമുള്ളത്. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. അപ്പം നിങ്ങൾ നാളെ നോക്കുമ്പോൾ ഒരുപാട് ക്യാൻഡിൽസിന്റെ പേര് കാണാം. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അത് ചില സമയത്ത് നമുക്ക് ഉപകാരം വരുന്നു എന്നുള്ളൂ. പക്ഷെ നോർമലി ഡേ ട്രേഡിന് നമുക്ക് വരുന്നത് ഈ 5 ക്യാൻഡിൽസിന്റെ ബേസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. മറ്റുള്ളവ പേര് പല രീതിയിൽ പറയണം, പക്ഷെ ഇതൊക്കെ തന്നെയാണ് ക്യാൻഡിൽസ്. അത് ഓരോ ലെവലിൽ വരുന്നതിന് ഓരോ പേര് പറയണം മാത്രം. ഇത് 2 ക്യാൻഡിൽസ് ഒന്നിച്ച് വരുന്നതിന് പറഞ്ഞ പേരാണ്. ഇത് 3 ക്യാൻഡിൽസ് ഒരുമിച്ച് വരുന്ന പറയുന്ന പേരാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു മാത്രം. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ സെർച്ച് ചെയ്താൽ ഈ ഫോട്ടോ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് കോപ്പി ചെയ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഇതിൽ നിന്നും ഈ ഇത്രയും ക്യാൻഡിൽസ് നിന്നും നമ്മൾ ഓൾറെഡി ബേസിക് ക്യാൻഡിൽസ് പഠിച്ചു. ഇതാണ് മെയിൻലി ഉപയോഗം വരുന്ന ക്യാൻഡിൽസ്. പിന്നെ ഈ 2 ക്യാൻഡിലും 3 ക്യാൻഡിൽ പാറ്റേൺസിൽ നിന്ന് ആകെ ഒരേ ഒരു ക്യാൻഡിൽസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അത് എൻഗൾഫിംഗ് ആണ്.
അത് നമ്മൾ ട്രെൻഡ് റിവേഴ്സലിന് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എൻഗൾഫിംഗ് ഒന്നുമില്ല, എൻഗൾഫിംഗിന്റെ അർത്ഥം ഒന്ന് വിഴുങ്ങുക എന്നുള്ളതാണ്. അതായത് ഏത് ക്യാൻഡിൽ ആയിക്കോട്ടെ അതിന്റെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ അതിനെ വിഴുങ്ങാൻ പാകത്തിന്, അതായത് അതിനേക്കാളും വലുപ്പത്തിൽ ആ ക്യാൻഡിൽ കയറ്റിന് ചെറിയ ക്യാൻഡിൽ മുകളിൽ വെച്ചിട്ട് മൂടിപ്പോവും. ആ ലെവലിൽ വരുന്ന ക്യാൻഡിൽസ് ആണ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലൊക്കെ ചെറുതാണ്, ഗ്രീൻ ക്യാൻഡിൽ റെഡിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡ് കവറായി പോകും. ഇങ്ങനെ വരുന്ന ക്യാൻഡിൽസിനാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബയ്യർ സെല്ലർ കുറച്ചേ ഉള്ളൂ, ഇതിനകത്ത് സെല്ലർ കുറച്ച് ഉള്ളൂ. തിരിച്ച് അടുത്ത ക്യാൻഡിൽ വന്നപ്പോൾ സ്ട്രോങ് ബയ്യേഴ്സ് ആണ്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓരോരോ സ്ഥാനത്ത് വരുന്നതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് എവിടെ എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് ആയിട്ട് പോകുമ്പോൾ നോക്കാം. നമുക്ക് മെയിൻലി വരുന്ന ഈ 5 ക്യാൻഡിൽസ് ആണ്. ആറാമത് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് എൻഗൾഫിംഗ് ആണ്. ബാക്കിയുള്ള ക്യാൻഡിൽസ് ഒന്നും ഞാൻ മെയിൻലി ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. ട്രേഡേഴ്സിൽ പലരും പല രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഈ 5 ക്യാൻഡിൽസ് പ്ലസ് എൻഗൾഫിംഗ് ഇതാണ് നാം എടുക്കാറുള്ളൂ. ഇത്രയാണ് ക്യാൻഡിൽസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലൈവില് ഇതിന്റെ ഒരു ചാർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ക്യാൻഡിൽസിന്റെ ഫോർമേഷനും ആ ക്യാൻഡിൽസ് എങ്ങനെയാണ് വന്നേക്കുന്നത് ചാർട്ടിൽ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു ചാർട്ട് 2 ഫ്രീ സൈറ്റുകൾ ഉണ്ടെന്നുള്ളത്. അതിലൊന്നാണ് investing.com. investing.com അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. അതിൽ ലൈവ് ചാർട്ട് എടുക്കുക. ലൈവ് ചാർട്ട് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമുക്ക് വേണ്ട ബേസിക് ആണ് അത് ഞാൻ പറയുന്നുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ മനസ്സിലാവും. അത് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ഉള്ളതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഇതിന്റെ തന്നെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് investing.com ഹൗ ടു യൂസ് investing.com എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് ഞാൻ ഫുൾ വീഡിയോ കിട്ടും. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം. നമുക്കിവിടെ പറയുന്നത് ഇതിന്റെ ബേസിക്സ് ആണ്. നമ്മൾ ആ സെർച്ച് ബാർ കണ്ടുകൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട്. ഇവിടെ നമ്മൾ സെർച്ച് ബാർ ഉണ്ട്, അവിടെ നമ്മൾ സെർച്ച് ചെയ്യാം. ഏത് സ്റ്റോക്ക് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം. SBI നോക്കാം. ഇങ്ങനെ വരിക. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഓപ്പൺ ആക്കുമ്പോൾ വരുന്നത്. ഫസ്റ്റ് വരുന്നത് അതിൽ ഈ കാണുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ്. ക്ലോസ് ആയേക്കുന്ന വിലയാണ് 230. അത് ഈ പ്ലസ് 380 എന്ന് കാണിച്ചേക്കുന്നത് 3.80 എന്ന് കാണിച്ചേക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിൽ നിന്നും 3 രൂപ 80 പൈസ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയേക്കുന്നത്. അത് ആ വിലയുടെ ഒരു 1.68% ആണെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് ആ പ്രൈസിന്റെ ഇത് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓവർവ്യൂ, പ്രൊഫൈല്, ചാർട്ട്, ന്യൂസ് അനാലിസിസ്, ടെക്നിക്കല്, ഫിനാൻഷ്യൽ കമ്പൗണ്ട്. ഇതിൽ നമ്മൾ എടുക്കുന്നത് ചാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രീമിംഗ് ചാർട്ട്. ഓക്കെ, ചാർട്ട് ഒന്ന് നമുക്ക് ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും. അങ്ങനെ ആരോ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ വിൻഡോ വലുതാവും. ഇവിടെ ഫുള്ളായിട്ട് വന്നു. നോർമലി ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. ഇത് ലൈൻസ് ആണ്. നമുക്ക് ഏതാണ് ചാർട്ടിൽ ഉപയോഗിക്കാനുള്ള ഇത് ടൂൾസ്? ഫസ്റ്റ് ക്യാൻഡിൽസ് ആണ്. അത് നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽസിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ആരോ ഉണ്ടോ, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് വരും. ബാർ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് വരും. ബാറ്, ക്യാൻഡിൽസ്, ഹോളോ ക്യാൻഡിൽ, ഹെയ്ക്കനാഷ്, ലൈൻ, ഏരിയ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജാപ്പനീസ് ക്യാൻഡിൽസിലേക്കാണ്. അത് ക്യാൻഡിൽസ്, ആ ക്യാൻഡിൽസ് ആണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. മറ്റുള്ളതൊക്കെ
ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ കൂടുതൽ ആളുകളും ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിനകത്താണ് നമുക്ക് എക്സാക്ട് ഫോർമേഷൻ അറിയാൻ കഴിയുള്ളൂ. ആ ക്യാൻഡിൽ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് വെച്ച് വന്നേക്കുന്നത് എക്സാക്ട് കാണണമെങ്കിൽ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്കാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു പച്ചയും ചുവപ്പ് മാത്രമേ ഉണ്ടാവുന്നു. അത് ബയ്യറും സെല്ലറും. നമ്മൾ പഠിച്ച ക്യാൻഡിൽസ് ഓരോ പേരുണ്ട്. ഇങ്ങനെയാണ് ചാർട്ടിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഈ ലെവലിലാണ് ചാർട്ട് വരുന്നത്. ഇതില് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ? ഇതൊക്കെ ഓരോ ടൂൾസ് ആണ്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ ടൂൾസിന്റെ ഉപയോഗം എങ്ങനെയാ വന്നെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒരുപാട് ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. മോളിൽ കാണിച്ചിരുന്ന 5 1 hour 1 day 1 m 1 d എന്നൊക്കെ എഴുതിയേക്കുന്നത് ടൈം ഫ്രെയിം ആണത്. അത് 1 മിനിറ്റ് മുതൽ 1 മാസം വരെ ടൈം ഫ്രെയിം ഇതിനകത്ത് എടുക്കാൻ കഴിയും. അതെന്തിനാന്ന് വെച്ചാല് 1 മിനിറ്റ് എടുത്താൽ ഇത് വലിപ്പം വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ കഴിയും. 1 മിനിറ്റ് എടുത്താൽ ആ ഒരു ക്യാൻഡിൽ ആ 1 മിനിറ്റിൽ എന്ത് പെർഫോമൻസ് ആണ് വന്നേക്കുന്നത്, അതായത് എത്ര രൂപ പോയിട്ടുണ്ട്, മുകളിലോട്ടാണോ പോയിരുന്നത് താഴോട്ടാണോ പോയിരുന്നതാണ് ആ 1 മിനിറ്റിൽ കാണിക്കുന്നത്. നമ്മൾ ഒരു ക്യാൻഡിൽ എപ്പോഴും കാണിക്കുക ആ 1 മിനിറ്റിൽ അല്ല, ആ ഒരു ക്യാൻഡിൽ ഏത് ടൈം ഫ്രെയിം ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ ടൈം ഫ്രെയിമിൽ ആ ഒരു ക്യാൻഡിൽ എന്ത് പെർഫോമൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ഇതിപ്പോ ഒരു ദിവസത്തെ ക്യാൻഡിലാണ് ആ ഒരു ദിവസം എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ക്ലോസ് അയക്കുന്നത് ഇന്നിപ്പോ ക്ലോസ് അയക്കുന്നത് എടുക്കാം. 264 ഓപ്പണായി ഗ്രീൻ ക്യാൻഡിലാണ്. 224 ഓപ്പണായി നോക്കാം. 224 ഓപ്പണായ മുതൽ റേറ്റ് 220.4 വരെ ലോ വന്നു. എന്നിട്ട് അത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി 230.60 ക്ലോസ് ആയി. അവിടെ ഹൈയും ക്ലോസിങ്ങും ഒരേ റേഞ്ചാണ്. ലോ വന്ന് ലോ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈ പോയി ലോ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ക്യാൻഡിലിന്റെ ഫോർമേഷൻ തന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ ക്യാൻഡിലാണ്, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അവിടെ ലോയും ഓപ്പണിങ്ങും ഒരേ റേഞ്ചാണ്. ഏകദേശം 222 223 ആണ് വന്നേക്കുന്നത്. അവിടെ ഓപ്പൺ ആയ മുതൽ ഹൈ പോയത് 235.22 ഹൈ പോയി തിരിച്ച് ലോ വന്നത് ക്ലോസ് ആയേക്കുന്നത് 232 ക്ലോസ് ആയി. അപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോസ് ആയേക്കുന്നത്. ഇങ്ങനെയാണ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെ. ഈ കാണുന്ന അതനുസരിച്ച് നമുക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യാം. ഏത് ടൈം ഫ്രെയിമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നമുക്ക് ക്യാൻഡിൽ നോക്കാം. ആ ടൈമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ ക്യാൻഡിൽ വെച്ച് നമുക്ക് വായിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എക്സാക്റ്റ് ആയിട്ട് എടുക്കാൻ കിട്ടില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ജാപ്പനീസിന്റെ ക്യാൻഡിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും 3 രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ്. ഒന്ന് ഡേ ട്രേഡ്, രണ്ടാമത്തത് ഷോർട്ട് ടൈം, മൂന്നാമത്തത് ലോങ് ടൈം. ഡേ ട്രേഡ് രാവിലെ വാങ്ങി വൈകിട്ട് വിൽക്കുന്നു. ലോങ് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം ആണെങ്കിൽ ഒരു ദിവസം മുതൽ 3 മാസം വരെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം ആണെങ്കിൽ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ടൈം ഫ്രെയിം ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് സമയത്തേക്കാണോ നമ്മൾ പർച്ചേസ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ടൈം ഫ്രെയിം മാറ്റം ഉണ്ടാവും. പക്ഷേ ഇൻട്രാഡേ ചെയ്യാനാണ്, ഡേ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 5 മിനിറ്റും 15 മിനിറ്റും ആയിരിക്കും നമ്മൾ മെയിനിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ ആളുകളും 5 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചിലർ 15 മിനിറ്റ് ഉപയോഗിക്കുന്നു. ഡിപ്പെൻഡ് ഓൺ ഐഡിയക്ക് അനുസരിച്ച്. ലോങ് ടൈമിലേക്കാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ 1 ഡേയും 1 വീക്കും ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഷോർട്ട് ടൈം ചെയ്യുന്നതിന്. ലോങ് ടൈം ചെയ്യുന്നതിന് നമ്മൾ 1 വീക്ക് 1 മന്ത് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ എൻട്രിക്കുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുക്കുമ്പോൾ അത് 1 ഡേയിൽ കണക്കൂട്ടിട്ട് നമ്മൾ എടുക്കുന്നത്. അത് 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അത് 1 ഡേയിൽ കവർ ആവുമ്പോൾ, അതായത് ഇപ്പോൾ എക്സാക്ട് എമൗണ്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ 250 മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു എൻട്രി വരുന്നത് കണക്കാക്കുക. എൻട്രി വരുന്നത് 250 മുകളിലോട്ട് പോകുമ്പോഴാണ്. ഇപ്പൊ നിൽക്കുന്നത് 230 ഇത് 1 വീക്കിലാണ് നമ്മൾ കണക്കാക്കി എടുത്തേക്കുന്നത്.
നമ്മൾ ചാർട്ട് മാറ്റി കഴിഞ്ഞാൽ 1 വീക്ക് ആക്കി നമുക്ക് 1 വീക്ക് ആക്കി 250 മുകളിലോട്ടാണ് നമുക്ക് ബൈ ഉള്ളത്. 230 ആയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കും. ആ ഡേയിൽ എപ്പോഴാണോ അത് കവർ ചെയ്യുന്നത് അന്നേരം നമ്മൾ എൻട്രി എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം നമ്മൾ ഏത് സെഗ്മെന്റ് ആണ്, അത് ഏത് സമയത്തേക്കാളാണ് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ടൈം ഫ്രെയിം ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻഡിൽസ് ഒന്ന് നോക്കാം ഏതൊക്കെയാ ഉള്ളത്. നമ്മൾ ആകെ 5 ക്യാൻഡിൽസ് ആണ് കണ്ടത്. ഒന്ന് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ളത്, റെഡ് അല്ലെങ്കിൽ ഗ്രീന്. അത് റെഡ് ഗ്രീനും എല്ലാത്തിലും ഉണ്ടാവും. സ്ട്രോങ് ബയർ കൺട്രോൾ ഉള്ളതും സെല്ലർ കൺട്രോൾ ഉള്ള ക്യാൻഡിൽസ്. അതാണ് മർബൂസ് നമ്മൾ ഉദ്ദേശിച്ചത്. മർബൂസ് എല്ലാം ഇപ്പോൾ നമുക്ക് കണ്ണിപ്പെടില്ല, പക്ഷെ അതൊരു പേര് മാത്രമാണ് മർബൂസ് എന്ന്. അതൊരു ഏത് സൈഡിലേക്കാണ് കൺട്രോൾ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്ട്രോങ് സെല്ലർ ക്യാൻഡിലാണ്. ഇത് ഒരു സ്ട്രോങ് അന്നത്തെ ദിവസം ആ ക്യാൻഡിൽ ബയേഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സെല്ലർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇപ്പൊ കാണിച്ചില്ല. ഇതിപ്പോൾ നമ്മൾ ലോ ഒരു ഓപ്പൺ ആയി നിന്ന് ലോ വന്ന് ഹൈ പോയേക്കുന്നില്ല. നമുക്ക് 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ദിവസം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ആയേക്കുന്നത്. 224 ഓപ്പൺ ആയ സാധനം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു, പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ക്യാൻഡിൽ 5 മിനിറ്റിൽ കൺവേർട്ട് ചെയ്തപ്പോൾ ഈ ലെവലിലാണ് വന്നേക്കുന്നത്. അപ്പൊ ആ ക്യാൻഡിൽ ആ ദിവസം എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിലാണ്, ബെയറിഷ് ആണ്. ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നമ്മൾ ഇത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ഈ കാണുന്നത്. ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഇതൊരു ഡോജിയാണിത്. നേരത്തെ പറഞ്ഞ ബോഡി ഒന്നുമില്ല, അത് വലുതാക്കിയപ്പോൾ ഒരുപാട് വലുതാക്കുമ്പോൾ ചെറിയ ബോഡി നമ്മൾ കാണുന്നത്. നോർമൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഡോജിയാണത് അല്ലേ. അതാണ് ഡോജി. ഇതും അതുപോലൊരു ഡോജിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പിന്നിങ് ടോപ്പും ഹാമറുമാണ്. ഓക്കെ, ഇതൊരു സ്പിന്നിങ് ടോപ്പാണ്. ഇതൊരു സ്പിന്നിങ് ടോപ്പാണ്. ഹാമർ ഓക്കെ, ഇതൊരു ഹാമറാണ്. കാരണം ചെറിയ ബോഡി, ലോങ് വിക്ക്. ആ ബോഡിനേക്കാളും വലുതാണ് വിക്ക്, അതുകൊണ്ടാണ് ഹാമർ എന്ന് പറഞ്ഞത്. ഇതൊരു സെല്ലർ കൺട്രോൾ ക്യാൻഡിലാണ്, ബെയറിഷ് ക്യാൻഡിലാണ്. ഇതൊരു ഡോജിയാണ്. ഈ ഡോജിക്ക് പല രീതിയിൽ പേര് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡോജിയാണ് എടുക്കുന്നത്. ആ ഡോജിയുടെ ഫോർമേഷൻ വെച്ച് നമ്മൾ അത് ഏത് സൈഡിലോട്ട് പോകുമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഹാമർ ബയ്യർ പിടിച്ചേക്കുവാണ്. ബയ്യർ കൺട്രോൾ വരുമ്പോൾ ഇതിലേക്ക് ഹാമർ വന്നു. ഷൂട്ടിംഗ് സ്റ്റാർ വന്നപ്പോൾ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. അവിടെ വന്നപ്പോൾ സെല്ലർ വന്നേക്കുന്നു. ഇതൊരു ഡോജിയാണ്. എങ്ങോട്ട് പോകുന്ന അവിടെ കൺഫ്യൂഷനാണ്. അങ്ങനത്തെ ഡോജീസ് വരുമ്പോൾ കൺഫ്യൂഷനാണ്. ഡോജിയും സ്പിന്നിങ് ടോപ്പും വരുമ്പോൾ കൺഫ്യൂഷനാണ്. ആ സമയത്ത് നേരത്തെ നമ്മൾ ഡോജി കണ്ടിരുന്നു. ഇതില് ഒരു ബയ്യർ സ്ട്രെങ്ത് ഉണ്ട് ചെറുതായിട്ട്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ലോ വന്ന സാധനം മാർക്കറ്റ് പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ ഓപ്പൺ ആയ മുതൽ ആദ്യം സെല്ലർ താഴോട്ട് കൊണ്ടുവന്ന വില 180, അതായത് 185 186 ഓപ്പൺ ആയ മുതൽ റേറ്റ് 181 വരെ ലോ കൊടുന്നു. സെല്ലർ താത്തി കൊടുന്നു. അവിടെ നിന്ന് ബയ്യർ പിടിച്ചിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത്.
188 വരെ ഹൈ പോയി, പിന്നെയും സെല്ലറിന്റെ ചെറിയ പ്രശ്നം വന്നപ്പോൾ തിരിച്ചു വന്നിട്ട് 185 ക്ലോസ് ആയി, അല്ല 186 187 റേഞ്ചിൽ ക്ലോസ് ആയി. ഇത് ചെറിയൊരു ബയർ സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻഡിലാണ്. കാരണം ഇത്രയും വന്ന സാധനം പിടിച്ച് കൊണ്ടുപോയില്ലോ, ചെറിയൊരു ബയർ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അതാണ് ഹാമറും ഇങ്ങനത്തെ ഡോജീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇതൊരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഡോജി ആണത്. സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ചെറിയ ഡോജി എന്നൊക്കെ പറയും. ചെറിയ ബോഡി രണ്ട് സൈഡിലേക്ക് വെക്കുക. ഇത് കൺഫ്യൂഷനാണ്, എങ്ങോട്ട് പോകും എന്നൊരു പിടുത്തമില്ല നിൽക്കുകയാണ്. രണ്ട് സൈഡിലേക്കും ഒരേപോലെ പ്രഷറുണ്ട്. ഇതൊരു ചെറിയൊരു ഡോജിയാണ്, ബയർ സ്ട്രെങ്ത് ഉണ്ട്. ഇത്രയും ലോ വന്ന സാധനം മുകളിലോട്ട് പിടിച്ചുകൊണ്ട് പോയേക്കുന്നു. എന്നിട്ട് ഫുള്ള് ബയറാന്നല്ല, ബയർ സ്ട്രെങ്ത് അതിനകത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എത്രയും താഴേക്ക് വന്നു, അത് കത്തിച്ച് താഴേക്ക് വന്ന സാധനം പിന്നെ കത്തിച്ച് തിരിയാക്കി മുകളിൽ കൊണ്ടുവച്ചു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടതിൽ ഓൾമോസ്റ്റ് ക്യാൻഡിൽ ഒരു ആദ്യം സ്ട്രോങ് ബെയറിഷോ അല്ലെങ്കിൽ ബുള്ളിഷോ ആയിട്ടുള്ള ക്യാൻഡിൽ, സ്ട്രോങ് ക്യാൻഡിൽസ്. ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്, ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്, ഇതൊരു സ്ട്രോങ് റെഡ് ആണ്, ബെയറിഷ് ക്യാൻഡിലാണ്. പിന്നെ ഇത് ഒരു ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ, സ്പിന്നിങ് ടോപ്പ് കൂടെ കണ്ടിരുന്നു. ഇത് സ്പിന്നിങ് ടോപ്സ് ആണ് ഈ കാണുന്ന രണ്ടെണ്ണം. പിന്നെ ഡോജീസ്, ഇതൊരു ഡോജിയാണ്, ഇതൊരു ഡോജിയാണ്. ഡോജിക്ക് പല പേര് പറയുന്നതൊന്നും നമ്മൾ നോക്കണ്ട, ഡോജിയാണ്. ഇത് ചെറിയ സ്പിന്നിങ് ടോപ്പ് ആണ്. ഇനി നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന സാധനം എൻഗൾഫിംഗ് എന്ന് പറയുന്നത് കണ്ടോ, എക്സാക്ട് എൻഗൾഫിംഗ് ആയിട്ട് ഓർമ്മ നിൽക്കുന്നത്. അത് ട്രെൻഡ് റിവേഴ്സൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത്ര നേരം മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു എൻഗൾഫിംഗ് വന്ന് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. എന്നിട്ട് എല്ലായ്പ്പോഴും എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നാൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് അതിന്റെ ഓപ്പോസിറ്റ് പോകുമെന്ന് എന്നല്ല കേട്ടോ. അത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട്. നമ്മൾ അതിന് എൻട്രി എടുക്കണമെങ്കിൽ അതിൻ്റെതായ കൺഫർമേഷൻസ് വേറെ ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നത്. അത് നമ്മൾ കാണിച്ചു തന്നു എന്ന് മാത്രം. എൻഗൾഫിംഗ് ക്യാൻഡിൽസ് നമ്മൾ പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇത്രയാണ് ക്യാൻഡിൽസ് വരുന്നത്. ഇനി മറ്റുള്ള പേരുകൾ പറഞ്ഞ ക്യാൻഡിൽസ്, അത് ആ പേര് നോക്കിയെങ്കിലാണ് നമുക്ക് അത് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റിംഗ് നമുക്കൊരു ഉപകാരമുണ്ട്. ഈ പീന്ന് കാണുന്നിടത്ത് കൊടുന്ന് വെച്ചാൽ ഓരോ ക്യാൻഡിൽസിന്റെ പേര് എഴുതി കാണിക്കും. അഡ്വാൻസ് ബെയറിഷ്, ബ്ലോക്ക് ബെയറിഷ്. പക്ഷെ അത് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ, നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം. ആ ക്യാൻഡിലിന്റെ വരുന്ന ഇത് മാത്രമാണ് കാണിച്ചിരുന്നത്. ആ പീന്ന് എഴുതുന്നോടത്തൊക്കെ എൻ്റെ ഒരു റിവേഴ്സൽ സൈൻ അല്ലെങ്കിൽ ആ ക്യാൻഡിലിന്റെ ഫോർമേഷൻ വെച്ചിട്ട് അവർ പേര് എഴുതി കാണിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം ഫ്രെയിം ആണ്. ഇവിടെ ബാർ സ്റ്റൈലിലാണ് നമ്മൾ ക്യാൻഡിൽ സെലക്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റിംഗിൽ എപ്പോഴും ഈ കാണുന്നത് ക്യാൻഡിൽസ് ആണ്. ഓപ്പൺ ആക്കുമ്പോഴേ വരുന്നത് ഇത് ക്യാൻഡിൽസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്താലും ക്യാൻഡിൽസ് വരും. നോർമലി ഇങ്ങനെയാണ് വരുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ ക്യാൻഡിൽസ് കിടപ്പുണ്ട്, ക്യാൻഡിൽസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ കയറിയിട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. പച്ച മാറ്റിയിട്ട് മഞ്ഞയാക്കണമെങ്കിൽ മഞ്ഞയാക്കാം. കണ്ണടിച്ച് പോണ കളറാണെന്ന് ഇത് നോക്കാം. ഓക്കെ, ആ പച്ച മാറി മഞ്ഞയായി. നമുക്ക് അതിൻ്റെ ക്യാൻഡിൽസിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നോർമലി വരുന്നത് പച്ചയും ചുവപ്പുമാണ്. ഞാൻ പഴയ കളർ കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കണം. ആവട്ടെ. ഓക്കെ, ഇതാണ് ക്യാൻഡിൽസ്. പിന്നെ ഈ കാണുന്നത് ഇൻഡിക്കേറ്റർ ആൻഡ് സ്ലാഷ് എന്ന് പറയാം. ഇത് ഒരുപാട് ടൂൾസ് ആണ്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇത് നമ്മൾ ഇടുന്നതനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അത് ഓരോ ടൂൾസും ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഇൻട്രൊഡക്ഷനിൽ വരുന്ന സമയത്ത് കാണിച്ചെന്ന് മാത്രം, ടൂൾസ് എവിടെ എടുക്കുന്നത് എന്നുള്ളത്. ഓരോ ഐഡിയക്കും ഓരോ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. ഞാൻ മെയിൻലി ഉപയോഗിക്കുന്ന ഒന്നാണ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് എക്സ്പ്ലനേഷനാണ്. എടുക്കുമ്പോൾ ഈ വര വന്നാണ് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും ഏതാ കിടക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് വലുതായി കൊടുക്കാം. ഇത് മൂവിങ് ആവറേജ് ആണ് പോകുന്നത്. മൂവിങ് ആവറേജ് ആ ക്യാൻഡിൽസ് ഇത്ര ദിവസം കൊണ്ട്, ഇപ്പം 9 അൺഡിഫോൾട്ടഡ് 9 ആണ് വരുന്നത്.
9 ക്യാൻഡിലിന്റെ ആവറേജ് മൂവിങ് ആണ് ആ കാണിച്ചേക്കുന്നത്. മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് 2-3 രീതിയിൽ ഉണ്ട്. മൂവിങ് ആവറേജ് നോർമൽ മൂവിങ് ഉണ്ട്, ഹൾ മൂവിങ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ EMA ആണ്, എക്സ്പ്ലനേഷൻ മൂവിങ് ആവറേജ്. അതുകൊണ്ട് ഒരുപാട് ടൂൾസിനകത്തുണ്ട്. RSI, MACD, പല രീതിയിൽ, പല ഡോൺ ചെയിന്, അങ്ങനെ പല രീതിയിലും ഇതുണ്ട്. നമുക്ക് അത് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ കാണിച്ചെന്ന് മാത്രം. നമുക്ക് താഴോട്ട് പോകുമ്പോഴും നമുക്ക് ചാർട്ടിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളതിന്, ടൂൾസ് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇത്രയാണ് ക്യാൻഡിൽസിന്റെ ഡെമോ വരുന്നത്. 5 ക്യാൻഡിൽസ് നമ്മൾ പഠിച്ചു. ചാർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ, ബേസിക് ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏത് ചാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കി. ഇത്രയാണ് ബേസിക്സ് ഓഫ് ക്യാൻഡിൽസും ബേസിക്സ് ഓഫ് ചാർട്ടും വരുന്നത്. ക്യാൻഡിൽസിന്റെ ബേസിക്സും ഇതും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. ബേസിക്സ് നമുക്ക് തള്ളിക്കളയാൻ നിൽക്കണ്ട. ക്യാൻഡിൽസ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ക്യാൻഡിലാണ്, ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽസ് ആണത്. പക്ഷെ ചാർട്ടിന്റെ ബേസിക്സ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെ മാത്രം നോക്കുന്നുള്ളൂ. ഇനി അഡ്വാൻസ് ലെവല് ചാർട്ടിന്റെ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് ചെയ്ത് ഇൻവെസ്റ്റിംഗിന്റെ തന്നെ ചാനലിലുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ്, ഹൗ ടു യൂസ് ഇൻവെസ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും, വലിയ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് സെഷൻ 3 2 കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാനുള്ളത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ്, ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഗം കംപ്ലീറ്റ് ആവും. അത് സെഷൻ 3 കംപ്ലീറ്റ് ആവും. പിന്നെയുള്ള സെഷൻ 4, സെഷൻ 5 ആണ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായതിന്റെ വിശ്വാസത്തിൽ ഞാൻ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചാനൽ, വാട്സപ്പ് ചാനലിൽ സംശയങ്ങൾ ചോദിച്ചാൽ മതി. ഞാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അറിയാവുന്നവരോ അതിന് റിപ്പോർട്ട് ഇത് തരും, മറുപടി തരും. അത് ചാനലിൽ തന്നെ ചോദിക്കാൻ പറയുന്നത്, അത് അറിയാവുന്നവർക്ക്, പഠിച്ചവർക്കൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം മറ്റുള്ളവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതിൽ തന്നെ ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ പഠിച്ചവർക്ക് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യാനും, അഥവാ അതുപോലെ തന്നെ സംശയമുള്ളവർക്ക് അത് സാധൂകരിക്കാനും, അത് ക്ലിയർ ചെയ്ത് എടുക്കാനും കഴിയും. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ട്രെയിനിങ് ഗ്രൂപ്പിൽ നിങ്ങളത് ചോദിക്കുക, ഞാനത് റിപ്ലൈ തരും. അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പഠിച്ചവർ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. അപ്പോൾ ഗുഡ് ലക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.